നീ വന്നേ പിന്നെ നല്ല കച്ചവടം. എപ്പോ നോക്കിയാലും ആളും സമയങ്ങളിലും സുധിച്ചേട്ടന് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്പ്രേ ഉണ്ടാക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്താ ശരിക്കും തോന്നുന്നത്? അതല്ല പുച്ഛം, അതാണ് തോന്നുന്നത്. അഭിമുഖങ്ങളിൽ അവർ പറയുന്നത് ഞങ്ങളെ കുറിച്ച് അറിയില്ല, അങ്ങനെ സ്ത്രീ ഉള്ളതായിട്ട് അറിയില്ല. അറിയായിരുന്നു, എല്ലാം അറിയായിരുന്നു. ഓ, ഇത് മറ്റൊരു പാരയായി. സത്യത്തിൽ അന്നേരം അറിഞ്ഞുകൂടിയിരുന്നു രേണു ആരെന്ന്, ഞങ്ങൾക്കിടയിൽ കിടന്ന് കളിച്ചോണ്ടിരുന്നേന്ന്. ആളിനെ നമുക്ക് മനസ്സിലായി. രേണുവായിട്ട് ആ സമയങ്ങളിൽ ഒരു ജസ്റ്റ് ഒരു ചാറ്റ് ചെയ്യുന്നു, ഇപ്പൊ എല്ലാരും ചാറ്റ് ചെയ്യുന്നവർ അങ്ങനത്തെ ഒരു ബന്ധമാണോ, അതിന്റെ അപ്പുറത്തുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട്? അല്ല, തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. ചാറ്റിങ് വളരെ ബോറായിരുന്നു, ബോറായിട്ടുള്ള ചാറ്റിംഗ് ആയിരുന്നു. ഒരു അവിഹിത ബന്ധം. ഞാനിപ്പോ രേണു കാണിക്കുന്ന കണക്ക് ഒരു കൈയില്ലാത്ത ബ്ലൗസും വയറും ഒക്കെ കാണിച്ചു നിന്നാ ഇതിനേക്കാളും മേളിൽ ഞാൻ കയറിപ്പോ. എനിക്ക് അതിനെ താല്പര്യമില്ല, ആ കാശ് എനിക്ക് വേണ്ട. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങി. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. വന്ന് തീരെ കൾച്ചർ ഇല്ലാതായി ബ്ലഡി കൺട്രി പീപ്പിൾ. ഇനിയിപ്പം ആളും ഞാനും തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചു, കുറ്റസമ്മതം നടത്തി അല്ലേ? വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം കൊല്ലം സുധീര കൂടെയല്ലേ എനിക്ക് വിഷയം. നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. ഉടായിപ്പൽ നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. തൽക്കാലം ഇത്രയും മതി.